Good morning. Good morning, ma'am. Morning all. ഇന്ന് prayer ആരാണ്? prayer ആരാണ്? ഞാൻ പാടാം, ma'am. Okay. Bless us, Lord, throughout the day, while at school, at home, at play. Help us to love and not to hate. Bless us all, oh Lord, we pray. Thank you. Thank you. Signing and quote of the day. I'll prepare ചെയ്തിട്ടുണ്ടോ? Quote of the day, ma'am. Okay, bye. Two things are infinitive, the universe and human stupidity, and I am not sure about the universe. Albert Einstein. Thank you. Okay. Thank you. സൈനിങ് ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൈനിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ആരെയും പ്രിപ്പയർഡ് ആണോ? മാം ഞാൻ ചെയ്യാം. Okay. Good morning all of you. This is a new day, a new beginning. I heard something before. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. And I would like to say, always be you. Never change your character for anyone and be the best of you. And wish you all good luck. ഈ കോഴ്സ് നമുക്ക് എല്ലാവർക്കും അതിനുള്ളൊരു പ്രചോദനമാവട്ടെ. So today is our new session. Welcome dear Aparna ma'am and all other my friends. This is Najla signing. Thank you. Okay, thank you. അപ്പോൾ നിങ്ങൾ PG സെഷനിലുണ്ടോ? ഇപ്പോൾ നോക്കാം. നമ്മള് ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഏതാണ്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ. ഈ ഹാർമണി വരെ അല്ലേ പറഞ്ഞ ഡിസ്കസ് ചെയ്ത് നടത്തിയത് അല്ലേ? ഇന്ന് ജിഷ ടീച്ചറിന്റെ ക്ലാസ് ആണ്. ജിഷ ടീച്ചറിന് കുറച്ച് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തെടുക്കുന്നതാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞു നടത്തിയെന്ന് ഓർമ്മയുണ്ടോ? എന്തൊന്നും പറയാത്ത ആരും? ഞാൻ പറയണ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹാർമണി കഴിഞ്ഞിട്ട് 2 പോയിന്റ് മിസ്സേ, ഹാർമണി കഴിഞ്ഞിട്ട് 2 പോയിന്റ് എടുത്തിട്ടുണ്ട്. ആ കോഓപ്പറേഷനും ഡിസിപ്ലിൻ. ഓക്കെ, നമ്മള് പറഞ്ഞ ചാപ്റ്ററിന്റെ പേര് സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. സോ നോർമലൈസ്ഡ് കുട്ടികൾ തമ്മിൽ നല്ല ഒരു കെട്ടുറപ്പ് ഉണ്ടാവും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ, ഡിവേറ്റഡ് കുട്ടികളെ നമ്മൾ നോർമലൈസ്ഡ് ആക്കി കഴിയുമ്പോൾ അവർ തമ്മിൽ നല്ലൊരു കോപ്പറേഷനും മ്യൂച്വൽ ഹെൽപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻസ് ആൻഡ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തമ്മിൽ നല്ലൊരു കെട്ടുറപ്പും നല്ലൊരു എന്താ പറയാ, നല്ലൊരു ലവിങ് നേച്ചർ, അതേപോലെ ഷെയറിങ്, ഇപ്പൊ അവർക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ മുതിർന്ന കുട്ടികൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഓരോ കുട്ടികളുടെയും റൈറ്റ്സ് അവർ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ റെസിപ്രോക്കൽ ഹെൽപ്പ്, മറ്റുള്ളവരെ സഹായിക്കപ്പെടുന്നു. ഞാൻ ഒരാളെ സഹായിച്ചെങ്കിൽ എനിക്ക് സഹായം എപ്പോഴാണോ ആവശ്യം വരുമ്പോ ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ആ സഹായങ്ങൾ കിട്ടുന്നു. ദെൻ ഹാർമണി, ഒരു ഐക്യം ഉണ്ടാവും. എല്ലാവരും ഒരു ടീമാണ്, നമ്മളെല്ലാവരും ഒരു ടീമാണെന്നുള്ളൊരു ഐക്യം നമുക്കത് ഫീൽ ചെയ്യും. ദെൻ നമ്മൾ നോക്കിയത് when there is such cohesion the following can be preserved of children. താഴെ പറയുന്ന കൊഹീഷൻ ഉണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കുട്ടികളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് പറഞ്ഞ കോപ്പറേഷൻ ആണ്. നമുക്ക് നല്ല കോപ്പറേഷൻ ആയിരിക്കും കുട്ടികൾ തമ്മിൽ, നല്ലൊരു ഐക്യമായിരിക്കും.
അവരൊരു ടീമാന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഭയങ്കര അവരൊരു ബോണ്ട് ഉണ്ടാവും. അത് തമ്മിൽ ആ എൻവയോൺമെന്റിലുള്ള കുട്ടികൾ തമ്മിൽ നല്ല ബോണ്ടായിരിക്കും. അപ്പൊ നമ്മൾ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ട് ഇല്ലേ? നിങ്ങള് ഒരു 6 മാസമായിട്ട് നമ്മൾ 6-7 മാസമായി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ആദ്യത്തെ പോലെ അല്ല, സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഒരു അപരിചിതരെ പോലെ ആയിരുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത്. പക്ഷെ ഇപ്പൊ നമുക്ക് നല്ല ബോണ്ട് ഉണ്ട്. കാരണം എങ്ങനെയാണ്, ഇപ്പൊ എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ മാത്രം വർക്ക് അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യും. റെക്കോർഡ് റൈറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നു. അതേപോലെ ഓരോ സംശയങ്ങൾ ക്ലാസ് എടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലായ കുട്ടികൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറിയ കുട്ടികൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ തമ്മിലൊരു എന്തുണ്ട്, ഇപ്പൊ ഒരു നല്ല ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ മാത്രം പഠിച്ചാൽ മതി, നമ്മൾ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മാത്രം ക്ലാസ് കിട്ടിയോ, ഞാൻ മാത്രം പഠിച്ചാൽ മതി, ബാക്കിയുള്ളവർ അങ്ങനെ പോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മളും പഠിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉള്ളവർ നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ? ആ മാം, തീർച്ചയായും. കാരണം നമ്മളിപ്പോ ആരെയും കേറാത്തുള്ളാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാവരും ഡിസ്കസ് ചെയ്യലുണ്ട്, കേറിയവരെ പറഞ്ഞു തരും. അതെങ്ങനെയാണ്? ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോരുത്തർ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ഇന്ന് ഈ മാമിന്റെ ക്ലാസ് ആയിരുന്നു, ഇത്രയാണ് പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് പോർഷൻസ് ഒക്കെ ഇടാറുണ്ട് ഗ്രൂപ്പിൽ. അത് പോരാഞ്ഞിട്ട് മാം, നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മള് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത കാര്യമായിരിക്കും. അതായത് ഒരാൾ ചോദിച്ചാൽ നമ്മൾ അതിന്റെ മറുപടി ആയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പിറ്റേ ദിവസം അതേ ഡൗട്ട് വേറൊരാൾ വന്ന് ചോദിക്കും. മേലെയുള്ള വോയിസ് ചിലപ്പോൾ കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, 5, 6, 7 തവണ ചോദിച്ചിട്ടും ആള് ഒരു മടിയും കൂടാതെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയാനുള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. മിസ്, ഞാനും അത് തന്നെ പറയാൻ പോയതാണ്. ഇപ്പൊ ചിലപ്പോ ഞാൻ വല്ല ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആദ്യത്തെ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും പിറ്റേ ദിവസം ഞാൻ പെട്ടെന്ന് വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നത്. അപ്പൊ പിള്ളേരെ എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരു മടിയും കൂടാതെ അവരത് പറഞ്ഞു തരും. അതൊക്കെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ കിട്ടുന്ന ഇൻഫർമേഷൻസ് വഴിയാണ് കറക്റ്റ് ആയിട്ട് അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിനെല്ലാവരോടും ഭയങ്കര നന്ദിയുണ്ട്, ഇത്രയും നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടിയതിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല കോപ്പറേഷൻ ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്, അല്ലെ? തീർച്ചയായും മാം. പറഞ്ഞോടാ. എന്റെ പേര് സ്നേഹ എന്നാണ്. അപ്പൊ ഞാൻ ആക്ച്വലി ജോയിൻ ആയിട്ട് പിന്നെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജിഷ മാഡത്തിന്റെ ക്ലാസ് വന്നപ്പോഴത്തേക്കിനും ഞാൻ മാഡത്തിനോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, മാഡം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് ഗ്രൂപ്പിൽ ആരുടെയും നമ്പർ തരാൻ പറ്റുമോ, അപ്പൊ എനിക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ സഹദുന എന്ന് പറയുന്ന പുള്ളിക്കാരി എനിക്ക് ഉടനെ മെസ്സേജ് അയക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പുള്ളിക്കാരെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ പുള്ളിക്കാരി എനിക്ക് ഇവിടെ ബാംഗ്ലൂരിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ബാംഗ്ലൂരിലുള്ള കീർത്തന എന്ന് പറയുന്ന ആ ഫ്രണ്ടിന്റെ നമ്പർ തന്നു. അവർ രണ്ടുപേരും നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇനി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ധൈര്യം കിട്ടി. പിന്നെ ഗ്രൂപ്പിലാണേലും എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര പ്രഷർ തോന്നില്ല. എനിക്കിപ്പം കുഞ്ഞുമായിട്ട് ചെയ്യാൻ പറ്റും ഒരു ഡൗട്ടായിരുന്നു. പക്ഷെ അവർ രണ്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ലോണം പോകാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് യു. അപ്പൊ ഓക്കെ, നമ്മള് തുടങ്ങിയ സമയത്ത് നമ്മള് തമ്മിലൊക്കെ തന്നെ എന്തുണ്ടായിരുന്നില്ല, ഭയങ്കര ഒരു അകൽച്ചയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നല്ല കോപ്പറേഷനോട് കൂടിയാണ് ഓരോ വർക്ക് ചെയ്യുന്നത്. വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ ബട്ടറി ഫ്രെയിം ചെയ്തോ? ചെയ്തു മാം. എല്ലാവരും ചെയ്തു. എന്നാ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്? നാളെയായിരുന്നു മാമിന്റെ ക്ലാസ്സിൽ. ഓക്കെ, ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തവരൊന്ന് കാണിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല കോപ്പറേഷനോട് ആണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ആദ്യം വന്നപ്പോ എന്താണ് ഈ ക്ലാസ്, അതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കോഴ്സ് ചെയ്തതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ക്യാരക്ടറിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്കവരും പറയും
മിസ് ഞാൻ ഭയങ്കരമായിട്ട് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാറുണ്ട്, ദേഷ്യപ്പെടുമായിരുന്നു, മക്കളോടായാലും ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നത്. ഇപ്പൊ എന്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടാണ്, എനിക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, ഈ കോഴ്സ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് താങ്ക്സ് പറയാറുണ്ട്. കാരണം അവർ തമ്മിലൊരു ഡിസിപ്ലിൻ, അവരുടെ ക്യാരക്ടറിൽ തന്നെ ആ ഒരു ഡിസിപ്ലിൻ അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭാവി തലമുറയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യണേ. സോ നല്ല കോപ്പറേഷനോട് കൂടി അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നല്ല അവരുടെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. അവരെ നമ്മൾ അനുസരിപ്പിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വഴക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത ഒരു കാര്യം അവരെന്ത് ചെയ്യണ്ട, അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ വർക്ക് ചെയ്യുന്നതിലൂടെ വരാണ്. അവര് ഒരു വർക്ക് ചെയ്ത് അവരെന്ത് ചെയ്യാണ്, ഈ ഡിസിപ്ലിൻ അവർ കൈവരിക്കുകയാണ്. ഓക്കെ. ദെൻ പറയുന്നത് സോഷ്യൽ സെന്റിമെന്റ്സിന്റെ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വിചാരിക്കും, ഒരു ടീമായിട്ട് നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടീം മെമ്പേഴ്സ് തമ്മിലൊരു ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ ഞാനൊരു 3 ടീമായിട്ടല്ലോ, ഒരു 6 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ വർക്കുകൾ അസൈൻ ചെയ്യണം. സോ നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും ഇല്ലേ? ഞങ്ങളുടെ ടീമായിരിക്കും ഫസ്റ്റ്. ആ ഒരു ടീം സ്പിരിറ്റ്, ആ ഒരു സോഷ്യൽ സെന്റിമെന്റ്സ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. ദെൻ ചില ഗ്രൂപ്പ് ഗെയിംസ്, അതേപോലെ ഗ്രൂപ്പ് സോങ്സ് ഒക്കെ പോകില്ലേ, പ്ലേ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഭയങ്കര ഒരു ടീം സ്പിരിറ്റ് ആയിരിക്കും. അതേപോലെ റിലേ ഇല്ലേ, റിലേ പോലത്തെ ഗെയിം, കബഡി, റിലേ, അങ്ങനത്തെ ഗെയിമുകൾ ഉണ്ടാവുമല്ലോ. ഒരു ടീമായിട്ട് ഭയങ്കര ടീം സ്പിരിറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്ന ഒരു ഗെയിമുകൾ. അപ്പൊ അതില് ഭയങ്കര സോഷ്യൽ സെന്റിമെന്റ്സ് ആയിരിക്കും. നമ്മൾ ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് നമുക്ക് എല്ലാവരും അപരിചിതരായിരുന്നു. പക്ഷെ ക്ലാസ് തുടങ്ങി ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിലൊരു എന്താണ് പറയുക, ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നമ്മളുടെ ഗ്രൂപ്പിലൊരു അറ്റാച്ച്മെന്റ് വന്ന് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾക്ക് പേഴ്സണലി ആ ഒരു ബാച്ചിനോടായിരിക്കും അറ്റാച്ച്മെന്റ് തോന്നുന്നത്, ചിലപ്പോൾ അവിടുത്തെ കുട്ടികളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കും. അപ്പൊ അത് നമുക്ക് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും. ദെൻ ഒബീഡിയൻസ് ആണ്. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂമില് നമ്മൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല, കുട്ടികളെ കൊണ്ട് ഒന്നും ഫോഴ്സ് ചെയ്യുന്നില്ല. സോ നമ്മൾ അവർക്ക് ഫ്രീഡം ആണ് അവിടെ കൊടുക്കുന്നത്. സോ അവർ ഹാപ്പിയാണ് നമ്മുടെ എൻവയോൺമെന്റിൽ അവർക്ക് വർക്ക് ചെയ്യാനും അവർക്ക് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ഇഷ്ടമാണ്. ജസ്റ്റ് നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷൻസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ ഒരു കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്തോട്ടെ, നമ്മൾ അങ്ങനെയാണ്. അവർക്ക് ഏതാണോ ആക്ടിവിറ്റി കിട്ടുന്നത് അത് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്തോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് അവര് ഒബീഡിയന്റ് ആവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്വയം അനുസരണ സ്വയം കൈവരിക്കും. പിന്നെ ഈ ഒരു എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു എൻവയോൺമെന്റൽ കണ്ടീഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു നല്ല ക്യാരക്ടർ ആയിരിക്കും, നല്ല പ്രിഫറബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. അവരുടെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും, നല്ല ക്യാരക്ടർ ആയിരിക്കും. അവരുടെ തോട്ട്സ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഗുഡ് ആയിരിക്കും എന്നാ പറയുന്നത്. സോ അവർക്ക് നല്ല ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ കോപ്പറേഷൻ ഒരാൾ വായിക്കാം, ഡിസിപ്ലിൻ വായിക്കാം. ഓക്കെ, ഓരോരുത്തർ വായിക്കാം കേട്ടോ. കോപ്പറേഷൻ ഒരാൾ വായിക്കാം കേട്ടോ. ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. വായിച്ചോളാം. Cooperation. When the activity necessitate it, the children voluntarily work a group and a cooperative when they need to. This is the outcome of a free life with a free activity. ഓക്കെ, നമ്മള് എന്താണ് ഇവിടെ കുട്ടികൾ തമ്മിൽ വോളണ്ടറി ഒരു ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സോ നമ്മൾ ആ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു ടീമായിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ വരുക. അപ്പൊ അവർ നല്ല കോപ്പറേഷൻ ആയിരിക്കും. അപ്പോ അവിടെ അവർ ഫ്രീ ആയിരിക്കും. ഫ്രീലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ടീം സ്പിരിറ്റ് ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ വായിക്കട്ടെ. പറഞ്ഞോളാം. Discipline. This is not a forced obedience, but a social discipline whereby everyone selects his work, doing different things, but all work in unison
Through exercising patience and respect for others, the children learn to work in an orderly manner and peacefully together, getting harmonious discipline. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഒന്നും ഫോഴ്സ് ചെയ്തിട്ടല്ല കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യിക്കുന്നത്. സോ സോഷ്യൽ ഡിസിപ്ലിൻ നമ്മളങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്തിട്ടൊന്നും ചെയ്തത്. പക്ഷെ അത് അവർ അക്യൂർ ചെയ്യണം, ഡിസിപ്ലിൻ അവർ അക്യൂർ ചെയ്യണം. അവരൊരു കാര്യം ചെയ്ത് ആ ഒരു കോൺസെൻട്രേഷനും ആ പേഷ്യൻസ്, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒരാള് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് അതിന്റെ പ്ലേസിൽ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല പേഷ്യൻസോട് കൂടി നല്ല ക്ഷമയോട് കൂടി വെയിറ്റ് ചെയ്യണം. ആ ഒരാൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടുന്ന് ഒരു കാര്യം പഠിക്കുകയാണ്, പേഷ്യൻസ് പഠിക്കുകയാണ്. ക്ഷമ എന്താണ്, എങ്ങനെയാണ് പീസ്ഫുൾ ആയിട്ടിരിക്കുക, എങ്ങനെയാണ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ കുട്ടികൾ, ചെറിയ കുട്ടികൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ വലിയ ആൾക്കാരെ നമ്മൾ പറയാമല്ലോ ഒട്ടും ക്ഷമയില്ലേ ചെക്കിന്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തില് ശീലിക്കേണ്ട കാര്യമാണ്. ചെറുപ്പത്തില് നല്ല ക്ഷമയൊക്കെ ഉള്ള ആളാണെങ്കിൽ വലുതാവുമ്പോഴും അവര് അതേ ക്യാരക്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, സോഷ്യൽ സെന്റിമെന്റ്സ്. ഞാൻ വായിക്കാം മാം. Social sentiment happen when the child is proud and happy to belong to his group. There is a sense of unity as the child is not only proud of his work but also the achievement of the group. ഞാനിപ്പോ ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാത്രം എന്താണ് പെർഫെക്റ്റ് ആവണം. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടീമാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ എന്റെ പ്രോജക്റ്റ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ ആക്ടിവിറ്റീസ് മാത്രം കംപ്ലീറ്റ് ചെയ്തെന്നല്ല ഞാൻ ചിന്തിക്കാം. ഞാൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ടീം ലീഡർ ആണെങ്കിൽ ഞാൻ എന്താ ചിന്തിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ടീം ഫ്രണ്ടിലേക്ക് വരും. എന്റെ ടീം അല്ലെങ്കിൽ എന്റെ ഗ്രൂപ്പും കൂടി ഈ പറഞ്ഞ അച്ചീവ്മെന്റ്സ് അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനും എഫേർട്ട് എടുക്കും. അതേപോലെ തന്നെയാണ് കുട്ടികൾ ഒരുമിച്ച് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരൊരു ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ തമ്മിൽ നല്ലൊരു യൂണിറ്റി അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നല്ല കോപ്പറേഷൻ അവർക്ക് ആ ഒരു ഏജിൽ തന്നെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ഏജിൽ തന്നെ അവരൊരു ടീമാണ്, ഞങ്ങൾ ഇത്രയും പേര് ഒരു ടീമാണെന്ന് അവർക്ക് മനസ്സിലുറക്കുകയാണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് സ്പിരിറ്റ് എന്താണ്, ടീം സ്പിരിറ്റ് എന്താണ് ചെറുപ്പത്തിലേ അവർക്ക് മനസ്സിലാക്കി തുടങ്ങും. ഒബീഡിയൻസ് ഇതാണ്. ഞാൻ വായിക്കട്ടെ മിസ്. ഓക്കെ ഡാൻ. Obedience. Children in Montessori classrooms are happy, harmonious, and peaceful with themselves. They are able to take instruction from their teachers. This is not a forced discipline or obedience, but more than that, inner discipline as a result of inner growth, and the children are proud of being able to help their classmates. ഓക്കെ, നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും, നല്ല ഐക്യം ഉണ്ടാവും. അവിടെ നമുക്കൊരു പീസ്ഫുൾനെസ് തോന്നും, ഒരു ശാന്തത തോന്നും, അല്ലെങ്കിൽ ഭയങ്കര പീസ് ആയിരിക്കും. കാരണം ഭയങ്കര സൈലന്റ് ആയിട്ട് കുട്ടികൾ അവരുടെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോട്ട് ഫോഴ്സ്ഡ് വൺ. നമ്മൾ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് ഡിസിപ്ലിൻ, ആ ഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഒബീഡിയൻസും നമ്മൾ അനുസരിപ്പിക്കുകയല്ല, പക്ഷെ നമ്മൾ അവരെ എന്ത് ചെയ്യാണ്, അതൊരു പ്രേരിപ്പിക്കുകയാണ്, ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കുകയാണ്. അവരങ്ങനെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം. ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നേച്ചറിലേക്ക് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മളുടെ ഇവിടുത്തെ റൂൾസ് കേട്ട് അവരെന്താണ് അഡാപ്റ്റ് ആവുകയാണ്. ബാക്കി കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അല്ലെങ്കിൽ എൽഡർ വൺസ് ചെയ്യുന്ന രീതി കണ്ടിട്ട് അവർക്ക് അത് മനസ്സിലാവുകയാണ്. നമ്മളുടെ എൻവയോൺമെന്റിൽ ഇങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ പെരുമാറുന്നത്. ആ കുട്ടികൾ മനസ്സിലാക്കി അവർ ഒബീഡിയന്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. ഓക്കെ അല്ല. When the children have the apt environment and conditions, they are able to evolve their character. A person of character is free, confident, resolute, etc. The formation of these qualities come from experience and exercise. It cannot be taught. Therefore, children must get the opportunity to exercise these to form character. They must learn to take theirs on decisions, and when they decide and select for themselves, they develop these qualities. ഓക്കെ, ഒരു കുട്ടി വളരുന്ന എൻവയോൺമെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെവലപ്മെന്റില്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ സെഷനിൽ പഠിച്ചിട്ട്. കുട്ടി വളർന്നു വരുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ക്യാരക്ടർ ആ ഒരു എൻവയോൺമെന്റ് ആയിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് അവൻ വളർന്നു വരുന്ന സാഹചര്യം.
ഒരു ക്യാരക്ടർ ഫ്രീയും കോൺഫിഡന്റും റിസോൾട്ട് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു എൻവയോൺമെന്റ് വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറയുന്ന ഗുഡ് ക്വാളിറ്റീസുകൾ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, ലവിങ്, പേഷ്യൻസ്, പിന്നെന്താണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, പേഷ്യൻസ്, കോൺഫിഡൻസ്, കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെറ്റിൽമെന്റ്, ഇതെല്ലാം അവൻ ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞ് ലെക്ചർ നോട്ട് പോലെ പറഞ്ഞു കൊടുത്ത് വരുന്നില്ല. അവനത് എക്സ്പീരിയൻസ് ചെയ്ത്, അവൻ എക്സസൈസ് ചെയ്ത്, അവൻ പ്രായോഗികത്തിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്ത് അവന്റെ ക്യാരക്ടറിൽ ഡെവലപ്പ് ചെയ്യുക, അല്ല അവന്റെ ആ ഒരു ലൈഫിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അവനിൽ വരുന്ന മാറ്റങ്ങളാണ് അവന്റെ ക്യാരക്ടറായിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. സോ അവൻ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗുഡ് ക്വാളിറ്റീസുകൾ, അത് അവന്റെ ക്യാരക്ടറിൽ ഗുഡ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവനൊരാൾ മറ്റൊരാൾ സഹായിച്ചു കഴിഞ്ഞാൽ, അവൻ എൽഡർ വൺസ് അവന്റെ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് അവന് എന്താ പറയാ, അവനേക്കാൾ മുതിർന്ന കുട്ടികൾ അവനെ സഹായിച്ചു ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അവൻ എൽഡർ വൺ ആവുമ്പോൾ, അവൻ ഒരു ഓൾഡർ വൺ ആവുമ്പോൾ, മുതിർന്നൊരു കുട്ടി ആവുമ്പോൾ അവന്റെ താഴെ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവന്റെ ചെറിയ കുട്ടികളെ അവൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അവരെ ആ ഒരു ക്വാളിറ്റി അവർ കണ്ട് മനസ്സിലാക്കി അത് എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ ക്യാരക്ടറിലേക്ക് അത് എന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്യാവുന്നത്. എക്സ്പീരിയൻസ് ആൻഡ് എക്സസൈസ്, അവരെന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, പ്രായോഗികത്തിൽ വരുത്തുന്നത്. സോ എന്താണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് വായിക്കാം. എന്നിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കണം. ഈ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്, ജസ്റ്റ് ഒരു 5 സെന്റൻസ് മതി. ആ 5 സെന്റൻസ് കൊണ്ട് പറയാൻ പറ്റണം എന്താണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഒരു 5 സെന്റൻസ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എത്ര മിനിറ്റ് വേണം ഈ ചാപ്റ്ററിൽ വായിച്ചു നോക്കി, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു എന്താ പറയാ, ഒരു കൺക്ലൂഷൻ പറയാനായിട്ട് ഒരു 5 മിനിറ്റ് തരട്ടെ, ഞാൻ വായിച്ചു നോക്കാം. ദെൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ അല്ലേ? ഒരു 10:58 ആവുമ്പോഴേക്കും എല്ലാവരും അവർക്ക് എന്താണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മനസ്സിലായതെന്ന് പറയണം.
ഓക്കെ ടാ. അപ്പോ എന്താണ് ഇത് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മനസ്സിലായത്? മിസ് ഞാൻ പറയട്ടെ. ഓക്കെ. സൊസൈറ്റി ഓഫ് കൊഹീഷൻ നോർമലൈസ്ഡ് ആയ കുട്ടികളെ അവരെ ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യാൻ വിടുക. അങ്ങനെ അവന്റെ മെന്റൽ ആൻഡ് ഫിസിക്കൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു. അങ്ങനെ അവര് ഡിസിപ്ലിൻ തന്നെ പഠിക്കുന്നു. സൊസൈറ്റിക്ക് ഒരു നല്ലൊരു ചിൽഡ്രനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ മറ്റുള്ളവരോട് സ്നേഹമുള്ളവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളവരും ആയിരിക്കും. അവര് യങ്ങേഴ്സിനെ സ്നേഹിച്ചു തുടങ്ങും. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റ് വളരെ വ്യത്യസ്തമായി തോന്നും. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നു. നോർമലൈസ്ഡ് കുട്ടികളെയാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത്. ബാക്കി പറയണോ മാം? ഫുള്ളായിട്ട് പറയണോ? ഫുള്ളായിട്ട് പറഞ്ഞു. കൊഹിഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോവിങ്: റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. മോണ്ടിസോറിയിൽ കൂടുതലും മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്. കുട്ടികൾ ക്ഷമയുള്ള കുട്ടികളായിരിക്കും. ഓരോ മെറ്റീരിയൽസിനും വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. ഒരു കുട്ടി ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ അവന് ആവശ്യമാണെങ്കിൽ പോലും അവൻ അത് ചെയ്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ അവർ ഷെയർ ചെയ്യാനും അതിലൂടെ പഠിക്കുന്നു. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് വേർഡ്. മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾക്ക് തമ്മിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതലായിരിക്കും. അവരെപ്പോഴും സപ്പോർട്ട് ചെയ്യും. അവർക്ക് ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരവരുടെ ഇഷ്ടത്തിന് ആക്ടിവിറ്റി ചെയ്യാൻ വിടണം. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല. നോർമലൈസ്ഡ് ചൈൽഡ് യങ്ങേഴ്സിനെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ മോറൽ ഹെൽപ്പ്. ഇവിടെ മിക്സഡ് ഏജ്ഡ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മുതിർന്ന കുട്ടികളെ കണ്ട് അവരത് പഠിക്കും. തന്നെ അവന്റെ തെറ്റ് മനസ്സിലാക്കി അവൻ അത് തിരുത്തും. എന്തെങ്കിലും അവർ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവർ സ്വയം അത് മനസ്സിലാക്കുന്നു. അതിലൂടെ യങ്ങേഴ്സ് പുതിയതായി വരുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പ്രാക്ടിക്കൽ ലൈഫിൽ അവന് ഹെൽപ്പ് മെന്റാലിറ്റി തന്നെ ഉണ്ടായി വരുന്നതായിരിക്കും. അവർ സോഷ്യലായിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഹാർമണി. ഹാർമണി. മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും. അതിനുവേണ്ടി അവര് വെയിറ്റ് ചെയ്തിരിക്കും. മുതിർന്നു കഴിഞ്ഞാൽ ഈ ക്ഷമ കുട്ടികളിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അവര് എത്ര വലിയ ആളായി കഴിഞ്ഞാലും അവരിലേക്ക് ഈ ക്ഷമ ഉണ്ടായിരിക്കും. When there is such cohesion on the following can be perceived of the children. അതിൽ ഫസ്റ്റ് വൺ കോഓപ്പറേഷൻ. ഒരു വർക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പായി കോപ്പറേറ്റ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുന്നു. അവന് ഫ്രീ ആയിട്ട് ഓരോ ആക്ടിവിറ്റി ചെയ്യാനും ഈ മോണ്ടിസോറി എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഡിസിപ്ലിൻ. മോണ്ടിസോറി എൻവയോൺമെന്റിൽ സോഷ്യൽ ഡിസിപ്ലിൻ കാണാൻ പറ്റും. ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ട് ഡിസിപ്ലിൻ അടിച്ചേൽപ്പിക്കരുത്. അവർ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഡിസിപ്ലിൻ നേടിയെടുക്കുന്നു. ഇതിലൂടെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും പഠിക്കുന്നു. അവന്റെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സോഷ്യൽ സെന്റിമെന്റ്. ഒരു ഗ്രൂപ്പായി ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അവിടെ സോഷ്യൽ സെന്റിമെന്റ് അനുഭവപ്പെടാം. ടീമിന്റെ അച്ചീവ്മെന്റിന് വേണ്ടി അവൻ വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഒബീഡിയൻസ്. ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ എൻവയോൺമെന്റിൽ വളരുന്ന കുട്ടികൾ നല്ല ഹാപ്പിയും ആയിരിക്കും, പീസ്ഫുള്ളും ആയിരിക്കും. ക്യാരക്ടർ. ഒരു കുട്ടി വളരുന്ന എൻവയോൺമെന്റ് അവന്റെ ക്യാരക്ടറിനെ നല്ല പോലെ ബാധിക്കും. അവന് നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവൻ അതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ അവന്റെ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നു. ഓക്കെ മാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ തന്നെയല്ലേ ബാക്കി എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്? അപ്പോ ഓക്കെ, ഒരാൾ പറഞ്ഞുകൊണ്ട് ഞാൻ അത്യാവശ്യം എല്ലാ ഏരിയയും കവർ ചെയ്ത രീതിയിൽ വിവിധ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വീണ്ടും ഒരാളെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്നത്, നമുക്ക് ടൈം കുറവാണ്. സോ നമ്മുടെ മുമ്പിലുള്ള പോർഷൻസ് കുറച്ച് കൂടുതലുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും ചെയ്യാനുണ്ട്. ഇനി നമ്മള് ബാക്കിംഗ് ഫ്രെയിമിന്റെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ പേര് വിളിക്കാം. ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാനല്ലേ, ഒന്ന് കാണിക്കുക കേട്ടോ പ്രിപ്പയർ ചെയ്തവര്.
ബട്ടൺ ഫ്രെയിം പ്രിപ്പയർ ചെയ്തിട്ടില്ല ആരും? മാം ഞാൻ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, ബട്ടണിങ്ങിന്റെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അന്ന് പ്രസന്റ് ചെയ്യോടെ എന്നാ? യെസ് മാം. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരു ചട്ടയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡ്. ഒരു കാർഡ്ബോർഡിന്റെ ചട്ടയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സിബിന്റെയും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ചെയ്യണം. മാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ഇത് ബട്ടണിങ് ഫ്രെയിം. ഓക്കെ, ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രാക്ടിക്കൽ ഏരിയാസിലേക്ക് പോകുമ്പോൾ ബട്ടണിങ് ഫ്രെയിമിൽ എത്ര ഫിംഗേഴ്സ് യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിപ്പിക്കൂട്ടോ അവിടെ. അല്ലെങ്കിൽ അങ്ങനെയുണ്ട്, തുറക്കുമ്പോൾ എത്ര ഫിംഗേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, നല്ലതാണ് ബട്ടണിങ് ഫ്രെയിം. ലേസിന്റെ ഓക്കെടാ. ഓക്കെ ഓക്കെ, അത് എന്താ ഫ്രെയിം? ഞാൻ കാർഡ്ബോർഡ് വെച്ച് വെട്ടിയത്, അത് ഫ്രെയിം പോലെ വെട്ടിട്ട്. ഫ്രെയിം പോലെ നല്ലതാണ്, നല്ലതാണ്. പിന്നെ മുത്ത് വെച്ച് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മിസ്സസ് ഇബിന്റെ ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, കാണുന്നുണ്ടോ? കാണാം. ഓക്കേടാ, നമ്മള് ഫ്രെയിം ഉദ്ദേശിക്കുമ്പോ അത് മരത്തിന്റെ ഫ്രെയിം വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താ പറയാ, നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുന്ന പോലെ അവരത്ര ശ്രദ്ധയോടെ യൂസ് ചെയ്യണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മള് വുഡൻ ആയിട്ടുള്ള ഫ്രെയിമുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി ചെയ്യാത്തവര് കംപ്ലീറ്റ് ചെയ്യാം. കളറിംഗ് ബോക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അത് ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡേറ്റ് എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു? കളറിംഗ് ബോക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കാണിച്ചു തന്നു അല്ലെ? ഡേറ്റ് പറഞ്ഞില്ലല്ലോ എന്താ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കളറിംഗ് ബോക്സ് കാണിച്ചു തരാം ഒന്നില്ലാത്തവർക്ക്. നമ്മള് മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കളറിംഗ് ബോക്സ്. കുട്ടികളിൽ കളേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കളേഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് കളറിംഗ് ബോക്സ്. സോ നിങ്ങള് ഓരോരുത്തരും പരിപാടിയാ കാണിക്കുന്നത്, കുടിക്കാനുള്ളൂ മര്യാദ. സ്നേഹ മ്യൂട്ടാക്കിക്കോട്ടെ. കളറിംഗ് ബോക്സില് ക്ലോത്ത് ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലോത്ത് അവൈലബിൾ അല്ലാത്തവർക്ക് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാല്
ഓക്കെ, വൈറ്റ് ചാർട്ടിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതേ കളർ പേപ്പേഴ്സ് കിട്ടും, കളറിംഗ് പേപ്പേഴ്സ് കിട്ടും. അതാവുമ്പോൾ നമുക്ക് വേറെ പ്രശ്നമില്ല. കളറിംഗ് പേപ്പേഴ്സ് നിങ്ങൾക്കത് അവൈലബിൾ അല്ലേ? നമ്മൾ ബുക്ക് സ്റ്റോളിലൊക്കെ കിട്ടുമല്ലോ ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ബുക്ക് സ്റ്റോളുകളിൽ കിട്ടും. ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് ബുക്ക് സ്റ്റോളുകളിൽ കിട്ടും. അപ്പൊ 1-2 സെറ്റ്, ഒരു കളറിന് തന്നെ 1-2 സെറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കളേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറ്റും. അതേപോലെ നമുക്ക് ഇത് നമ്മള് ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മള് ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇന്ന കളറാണ് ഇത് എന്ന് പറഞ്ഞ് ആ കളറും കൂടി പരിചയപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ജസ്റ്റ് ഇപ്പൊ ആൾറെഡി റെഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണോ, റെഡ് എന്ന് പറയുന്ന കളർ കാണിച്ചിട്ട് ഇത് റെഡ് കളറാണ്, ഇതിന്റെ സ്പെല്ലിംഗ് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കളർ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നത് ശരിയാണ്, കളർ കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നെക്സ്റ്റ് ബുധനാഴ്ചത്തേക്ക് കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ് മാം. എല്ലാരും പ്രിപ്പയർ ചെയ്യൂലേ? ചാർട്ട് എന്താണ്? ചാർട്ടിലാണോ കളർ ചെയ്യേണ്ടത്? ചാർട്ടിലല്ല, കളറിംഗ് ബോക്സ് അല്ലേ. നമ്മള് വുഡൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. 2 സൈഡിൽ കാർഡ്ബോർഡ് വെച്ചിട്ട് നടുക്ക് നമ്മള് എന്ത് കളർ കൊടുക്കുകയാണെങ്കിൽ കളറിന്റെ പേപ്പർ കൊടുക്കുന്നത് ഏതിലാന്നാ ചോദിച്ചേ? കളർ കൊടുക്കണ്ട, കളറിംഗ് പേപ്പേഴ്സ് കിട്ടും. അതേ കളറുള്ള പേപ്പേഴ്സ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു നിസ്സാര പൈസയുള്ളൂ കേട്ടോ, ഭയങ്കര പൈസ കുറവാണ് ആ പേപ്പേഴ്സിന്. നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ, പൂക്കളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കില്ലേ, ആ പേപ്പർ തന്നെയാ. ക്ലോത്ത് ആണ് ശരിക്കും കളറിംഗ് ബോക്സിലുള്ളത്. പക്ഷെ നമുക്കത് എല്ലാവർക്കും അത് അഫോർഡബിൾ ആവാൻ എല്ലാ കളറും കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോ എന്തെങ്കിലും പ്രിന്റെങ്കിലും ഉണ്ടാവും ആ ക്ലോത്തില്. മിസ് മുമ്പ് ഈ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എടുക്കൂലേ ക്രിസ്മസിനൊക്കെ ഇങ്ങനെ കളറുള്ള പേപ്പർ, അങ്ങനത്തെ മതിയാവും? അങ്ങനത്തെയാണോ ഉദ്ദേശിക്കുന്നത്? സാധാരണ കളറിംഗ് പേപ്പേഴ്സ് കളർ പേപ്പർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാ. കിട്ടുമല്ലോ, അങ്ങനത്തെ ഞാൻ കണ്ടു. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോ കണ്ടു, അത് വാങ്ങിച്ചില്ല ഞാൻ. എന്റെ കയ്യിലുണ്ട് കളർ പേപ്പർ, ഞാൻ കാണിച്ചു കൊടുക്കുവാടാ രേഷ്മ. കണ്ട ഓക്കെ, താങ്ക്സ്. അതിനകത്ത് എല്ലാ കളറും ഉണ്ടാവില്ല. എന്താണ്? അതിന്റെ അകത്ത് എല്ലാ കളറും ഉണ്ടാവില്ലല്ലോ. അത് നിങ്ങൾ നോക്കൂ, സെർച്ച് ചെയ്ത് നോക്ക്. എല്ലാ കളേഴ്സും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ ഒരുവിധം കളറുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഓരോന്നിനും എടുത്തതാണ് ചാർട്ട് പേപ്പർ മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പ്രാക്ടീസിന് പോയപ്പോ ഒരുപാട് എടുത്ത. റെഡ് ഉണ്ട്, നല്ല യെല്ലോ ഉണ്ട്, ഒരുപാട് കളർ ഉണ്ട് ഇതില്. ഇതിന് 280 അങ്ങനെ. ഇത് സെറ്റ് ഒന്നായിട്ട് വാങ്ങിയതാ. സെറ്റ് വാങ്ങിക്കണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള കളർ വാങ്ങിച്ചാൽ മതി. ഒരു പേപ്പറിന് 3 രൂപ കണ്ടാന്ന് തോന്നുന്നു. എന്താടാ? ഒരു പേപ്പറിന് 3 രൂപ തോന്നുന്നു. അതെ, ഞാനും പറയാൻ പോയതാണ്. എനിക്ക് നിസ്സാര പൈസ കുറവാണ്. നിങ്ങളതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മാം, ഈ കളറിംഗ് ബോക്സ് എന്ന് പറയുമ്പോ അതില് ഒറ്റൊരു കളറിന്റെ തന്നെ പല ഷെയ്ഡ് ആയിട്ടുണ്ടാവൂലേ? ഇപ്പൊ ഡാർക്ക്, ലൈറ്റ്, അതിലും ലൈറ്റ്, അങ്ങനെ നമുക്ക് പേപ്പർ അവൈലബിൾ ആവില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് അങ്ങനത്തെ പേപ്പേഴ്സ് ഉണ്ടോന്ന് ഒന്ന് അന്വേഷിച്ചു നോക്ക്. കിട്ടുകയാണെങ്കിൽ അതേപോലെ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ചിട്ട്, പ്രൈമറി സെക്കൻഡറി കളേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കളറിംഗ് പേപ്പേഴ്സ്, കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങളൊന്ന് നോക്ക്, അന്വേഷിച്ച് നോക്ക്. നമ്മളിപ്പോ എന്താണ്, നമ്മൾ ഒരു കാര്യം ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം കിട്ടില്ല. മാം, പ്രധാനപ്പെട്ട കളറുകൾ മാത്രം കൊടുത്താൽ മതിയാവില്ലേ? ചെറിയ കുട്ടികളല്ലേ?
എടാ ഞാനില്ലേ ഓക്കെ പ്രധാനപ്പെട്ട പ്രൈമറി സെക്കൻഡറി കളേഴ്സ് ഞാൻ ഇതിന് മുമ്പ് ഒരു ബാച്ചിന് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നത് നല്ല അത്യാവശ്യം വലിയ ബോക്സിൽ ഈ പറഞ്ഞ കാര്യം നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവര് എനിക്ക് തോന്നുന്നു 2 സെറ്റ് വെച്ച് കളറുകളൊക്കെ ഒരു 8 9 10 കളറെങ്ങാണ്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. 14 കളറൊക്കെ കൊടുക്കുന്നവരുണ്ട്, ആ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്ര കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ, മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒരു കളറിനെ 2 ഇതായിട്ട് 2 ചെയ്യണം. കളർ വെച്ച് ചെയ്യണേ നല്ലതായിരിക്കും. കാരണം നമുക്ക് അറ്റ് എ ടൈം 2 കുട്ടികൾക്ക് നമുക്ക് ഒരു കളർ എടുത്ത് കാണിച്ചും കൊടുക്കും, ഒരു കളർ കുട്ടികൾക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ അങ്ങനെ മതിയായാലും അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓക്കെ മാം പിന്നെ ജിഷാം ഒത്തിരി ചെയ്യാൻ പറഞ്ഞായിരുന്നു 1 2 3 പോലെ, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതാണ് മുത്തില്ലേ, മുത്ത് ഇങ്ങനെ കോർത്ത് കമ്പിയിൽ കോർത്ത്. ഓക്കെ അത് കാണിച്ച് അല്ലേ. ഇത് ഞാൻ മുത്ത് വാങ്ങിക്കാതെ മാലയുടെ പൊട്ടിയ മുത്തുകളൊക്കെ വെച്ച് ചെയ്തതാ. ഓക്കെ നല്ലതാണ്. എല്ലാവരും ചെയ്യുന്നില്ല ഇതേപോലെ ആക്ടിവിറ്റീസ് മിസ് തരുമ്പോ? അല്ലെങ്കിൽ 1 2 പേര് ചെയ്തിട്ട് ഇത് ബാക്കി ആക്ടിവിറ്റീസ് ഒന്നും ഞങ്ങളെ ബാധിക്കാത്തതാണ്, ഞങ്ങൾ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഓരോരുത്തരും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യണം. ഫ്രെയിമിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ആ ഫ്രെയിമുകൾ കംപ്ലീറ്റ് ചെയ്യണം. ദെൻ കളറിംഗ് ബോക്സ് എടുക്കുക, കളറിംഗ് ബോക്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ് മാം. ചെയ്യണം. ഓക്കെ, നമ്മള് സാധാരണ ഒരു സ്കൂൾ എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ ക്ലാസ് കൊടുക്കുന്നത്? ആ കുട്ടികൾ നമ്മൾ പറയുന്ന പേര് പാസീവ് ലേണേഴ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് അവർ ആ ഒരു ക്ലാസ് ലെസൺ മാത്രമേ ചെയ്യുന്നു, ലിസൺ ചെയ്യുന്നു, അവരെ നോട്ട്സ് എഴുതിയെടുക്കുന്നു, അല്ലെങ്കിൽ പ്രോബ്ലംസ് കൊടുക്കുകയാണെങ്കിൽ അവർ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ്. നമ്മൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നോർമൽ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് മൂവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ. വിതൗട്ട് പെർമിഷൻ നമുക്ക് എവിടേക്കും മാറാൻ പറ്റില്ല. ടീച്ചറിന്റെ പെർമിഷൻ, ക്ലാസ്സിൽ ആരാണോ ക്ലാസ് ചാർജ് ആ ക്ലാസ് ചാർജിന്റെ പെർമിഷൻ അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് എഴുന്നേക്കാൻ പോലും നമുക്ക് എന്തില്ല, ഫ്രീഡം ഇല്ല അല്ലെ? സാധാരണ ക്ലാസ്സിലൊക്കെ പോയില്ലേ, നീ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നേ, ഇരിക്കുക, അല്ലെങ്കിൽ നീ എന്ത് കാണിച്ചു നിൽക്കുന്നേ, അങ്ങനെ ഒരുപാട് നമ്മള് എന്ത് ചെയ്യും, അവര് ഡിസിപ്ലിൻ, ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ആ കുട്ടികളിൽ എന്ത് ചെയ്യാണ്, ഇമ്പോസ് ചെയ്യാണ്. അവിടെ ഒരു ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ അവർ നല്ല അച്ചടക്കത്തോടെ ഇരിക്കണം. നമുക്ക് അലോ ചെയ്തിട്ടുള്ള ആ പ്ലേസിൽ തന്നെ എപ്പോഴും നല്ല സ്റ്റഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, അനങ്ങാൻ സമ്മതിക്കില്ല. അപ്പോ ഇനിയിപ്പോ നമുക്ക് അലോ ചെയ്ത സമയം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇന്റർവെൽ ടൈമിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ആ പ്ലേസിൽ നിന്ന് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട് ഇല്ലേ? നമ്മൾ ഫുൾ ഫ്രീഡം അവർക്ക് കൊടുക്കുന്നു. നമുക്ക് മൂവ് ചെയ്യാനും, ഫ്രീലി മൂവ് ചെയ്യാനും, അതേപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും, അതേപോലെ അവർക്ക് എന്താ പറയാ, നല്ല ഫ്രീഡം കൊടുക്കുന്നുണ്ട്. മൂവ്മെന്റ്സിൽ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ കുട്ടികൾ നല്ല ആക്റ്റീവ് ആയിരിക്കും. ജസ്റ്റ് എല്ലാ ടൈമിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒട്ടും ഒരു കാര്യവും ചെയ്യാതെ വെറുതെ നമ്മൾ ഡെസ്കിലോ അല്ലെങ്കിൽ ബെഞ്ചിലോ വെറുതെ ഇരിക്കുന്ന കുട്ടികളാണോ? എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസോ എന്തെങ്കിലും ഗെയിമോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതൽ മെന്റൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടികളാണ്. നമുക്കറിയാം ഈ കുട്ടികളിൽ എന്താണ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്യാവശ്യം കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാൻ ഭയങ്കര എളുപ്പമാണ്. സോ ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിലും അവർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടല്ലോ. സോ അവർക്ക് മൂവ്മെന്റ്സ് ഉണ്ട്. അവരുടെ മെന്റൽ ഹെൽത്ത് കുറച്ചും കൂടി എന്തായിരിക്കും, ഡെവലപ്ഡ് ആയിരിക്കും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മള്
എക്സ്പീരിയൻസ് എന്നല്ല, ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയൊരു എന്താ പറയുക ഒരു കണ്ടന്റ് ആണ് ഞാൻ പറയുന്നത്. സാധാരണ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, അവള് 8th-ലാണ് ഞങ്ങൾ ഒരുമിച്ച് വന്നത്. അപ്പൊ 8th മുതൽ ഫ്രണ്ട്സ് ആണ്. സോ ആള് സ്പോർട്സിലൊക്കെ ഉണ്ട്. സ്പോർട്സിലൊക്കെ വെച്ചാൽ രാവിലെ 6 മണിയാവുമ്പോ ഞാൻ ട്യൂഷന് പോകുന്ന സമയത്ത് ഈ കുട്ടി സ്പോർട്സിനുള്ള കൊച്ച് എന്ത് ചെയ്യും, അവള് സാനിയ എന്ന പേര്, അവള് എന്ത് ചെയ്യും സ്പോർട്സിന്റെ പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചാണ് സൈക്കിൾ ആവട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരുമിച്ച് അവള് സ്പോർട്സിന് പോകും, ഞാൻ ട്യൂഷന് പോവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇതേപോലെ തന്നെ ഞാൻ ട്യൂഷന് നേരെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷന് പോകും. ദെൻ അവൾ എന്ത് ചെയ്യും, അവള് പ്രാക്ടീസ് കഴിയും. സോ അവളുടെ പ്രാക്ടീസ് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യും, രണ്ടുപേർക്കും വേണ്ടി, രണ്ടുപേരെയും പ്രാക്ടീസ് കഴിയുന്നവരും അല്ലെങ്കിൽ എന്റെ ട്യൂഷൻ കഴിയുന്നവരും ആള് വെയിറ്റ് ഒക്കെ ചെയ്യും. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നു വരുന്നത്. പക്ഷെ ഞാൻ ക്ലാസ്, ട്യൂഷൻ ആ ഒരു രീതിയിൽ പോയി. ആള് എപ്പോഴും സ്പോർട്സ് ആണ്. സ്പോർട്സിൽ ഭയങ്കര പാഷനായിരുന്നു കാരണം സ്പോർട്സ് എന്ന് പറയുമ്പോൾ അവള് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്. സോ അപ്പോ ആൾക്ക് ഭയങ്കര പാഷനാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനാണ്. എല്ലാ ടീച്ചർമാരും ആള് നമ്മള് 8th-ലേക്ക് വേറൊരു സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്. എല്ലാ ടീച്ചർമാരും അവളെ ചീത്തയൊക്കെ പറയും കേട്ടോ. എപ്പോഴും സ്പോർട്സിൽ നടന്നാൽ മതി, അതേപോലെ തന്നെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വഴക്കൊക്കെ പറയും കേട്ടോ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നോട്ട്സ് ഒക്കെ കൊടുത്തിരുന്നത് ഇതേപോലെ എന്റെ നോട്ട്സ് കംപ്ലീറ്റ് എന്റെ നോട്ട്സ് നോക്കിയിട്ടാണ് ആൾ കംപ്ലീറ്റ് ഒക്കെ ആക്കുന്നത്. ഇതേപോലെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് വന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അതിപ്പോ രാത്രി ആയിരിക്കും, വീടിന്റെ അടുത്തായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഓൺ എക്സാം കഴിഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ റിസൾട്ട് വന്നു. നമുക്ക് മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ മാത്സ് ആണ് എല്ലാവർക്കും പേടിയുള്ള സബ്ജക്ട്. കാരണം അത്രയും നാള് 40-ലായിരുന്നു എനിക്ക് എക്സാം ഉണ്ടായിരുന്നത്. 40-ൽ നിന്ന് 80-ലേക്ക് ആവുമ്പോൾ ഉള്ളൊരു മാറ്റമാണ്. അപ്പൊ ക്ലാസ്സിലെ ബുജ്ജികൾ എന്ന് വെച്ചാല് ഞാൻ ബുജ്ജി ഒന്നല്ല കേട്ടോ, ജസ്റ്റ് ഒരു ആവറേജ്. അപ്പൊ ഞങ്ങൾ അടക്കം എല്ലാവരും 40 ബിലോ ആണ്, 40-ൽ താഴെയാണ്. ഞങ്ങൾ അടക്കം എല്ലാവരും 40-ൽ താഴെ. കാരണം ആദ്യമായിട്ടാണ് അത്രയും വലിയ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. രാവിലെ ഫുൾ ടൈം പഠിക്കുന്ന എന്നെ പോലത്തെ എന്നെക്കാളും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു 40 ബിലോ ആയിട്ടുള്ള മാർക്ക് കിട്ടിയത്. എനിക്ക് തോന്നുന്നു എനിക്ക് 36 ഒക്കെയാണ്. അപ്പോ ഞങ്ങളുടെ എല്ലാവരും പേപ്പർ തന്നതിന് ശേഷം ഇവളുടെ പേപ്പർ, സാനിയയുടെ പേപ്പർ മാത്രം ടീച്ചർ ആർക്കും കൊടുത്തില്ല. ലാസ്റ്റ് വെച്ച് ഇനി ആർക്കെങ്കിലും പേപ്പർ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവളെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മിസ് എന്റെ പേപ്പർ കിട്ടിയിട്ടില്ല. ടീച്ചർ പറഞ്ഞു, നിനക്ക് എന്താ പ്രതീക്ഷ, നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചു. അവളുടെ അടുത്ത് പറഞ്ഞു ഒരു 70 എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ക്ലാസ്സിലെ ടോപ്പർ, അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് ക്ലാസ്സിലെ ടോപ്പർ എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് 40 കിട്ടിയെന്ന് പറഞ്ഞത് കരയാണ്, വിഷമിക്കാണ്. അയ്യോ എനിക്ക് 40 കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കാണ്. അപ്പൊ നമ്മള് 70 എന്റെ അടുത്ത് എഴുന്നേറ്റ് പറയാണ് 70 ഉണ്ടാവും. ഞാൻ ഇങ്ങനെ നോക്കിയിട്ടാ. ഓക്കെ, അപ്പൊ ടീച്ചർ അത് കഴിഞ്ഞിട്ട് മാർക്ക് തരാണ്. 72 ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മള് 72 ആണ്. കാരണം ഞങ്ങൾ എല്ലാവരും ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എന്താണ്, നമുക്ക് നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ അന്ന് മാത്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്പോർട്സിന്റെ ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ജസ്റ്റ് ഞങ്ങൾക്ക് PT അവർ ആയിരുന്നു. മാത്സ് കഴിഞ്ഞിട്ട് ഒരു ഫ്രൈഡേ ആണ്, PT-യുടെ അവറാണ്. സോ ടീച്ചർ PT-ക്ക് വരുന്നേക്കാൾ മുമ്പായിട്ട് ക്ലാസ്സിൽ ചെറുതായിട്ട് നമുക്ക് ഒരു കൗൺസിലിംഗ് ഒക്കെ പോലെ ചെറിയ ഒരു 5-10 മിനിറ്റ് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് പറഞ്ഞു. ഞങ്ങളുടെ സ്റ്റാഫ് റൂമിലൊക്കെ ഭയങ്കര ചർച്ച, കാരണം ക്ലാസ്സുകളിലെ അവൾ കയറിയിട്ടില്ല. മാത്സിന്റെ എന്താ പറയാ കുറച്ച് ക്ലാസ്സുകളിൽ മാത്രം അവൾ കയറിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സിലും സ്പോർട്സ് എന്ന് പറഞ്ഞ് നടന്ന ഒരു ക്വസ്റ്റിന് 72, 80 ഔട്ട് ഓഫ് 72, 80-ൽ 72 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ടീച്ചർ തന്നെ 2 പ്രാവശ്യം വാല്യൂ ചെയ്തെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആണ് 72 കൊടുത്തത്. അപ്പോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ടീച്ചർ, അതായത് സ്പോർട്സിന്റെ ടീച്ചർ വന്നു, ഞങ്ങളുടെ ലിസ്റ്റ് ടീച്ചർ വന്നിട്ട് ക്ലാസ് എടുത്തു. ഇങ്ങനെ പറയാണ് ടീച്ചർ, ഇവിടെ ഭൂരിഭാഗം കുട്ടികളും സ്പോർട്സിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്, ഒരു മാർക്ക് കുറവായതുകൊണ്ട് 10th എങ്ങനെയെങ്കിലും പാസ്സാക്കണം. അപ്പൊ സ്പോർട്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടി ഈ പ്രാവശ്യം നമ്മുടെ സ്പോർട്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണ് ഈ സാനിയ. അവള് സ്പോർട്സിൽ അവൾ അത്രയും പാഷനാണ്. സോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ചാല് അവള് എന്താണ് ചെയ്യുന്നത്, സ്പോർട്സ് ഒരുപാട് ആക്ടിവിറ്റി, ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആക്റ്റീവാണ് ആള്, ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. സോ ആൾക്ക് നല്ല കോൺസെൻട്രേഷൻ പവർ ആണ്. അവളൊരു 10 ഒരു അരമണിക്കൂറോ ചിലപ്പോൾ ഡെയിലി പഠിക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്താണ്, ആളായിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോ
ബാക്കി കുറച്ച് പേര് ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് സ്പോർട്സിലൊക്കെ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്താണ് ടീച്ചർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് എന്താണ്, ഒരുപാട് മൂവ്മെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കുന്ന ആൾക്കാരുടെ മൈൻഡ് അത്യാവശ്യം ഡെവലപ്ഡ് ആയിരിക്കും. അവർക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുന്ന ആളെക്കാളും കൂടുതൽ കോൺസെൻട്രേഷൻ ആർക്ക് കൂടുതലായിരിക്കും? എപ്പോഴും ആക്ടിവിറ്റീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും മൂവ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും കോൺസെൻട്രേഷൻ പവർ. സോ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. മൂവ്മെന്റ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടിയുടെ മൂവ്മെന്റ്സിനാണ്. അത് കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റിന് വളരെയധികം ഇമോഷണൽ ആവട്ടെ ഫിസിക്കൽ ആവട്ടെ സോ എല്ലാ ഡെവലപ്മെന്റും അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് എന്ത് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൂവ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് അതേപോലെ ചിലപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള ഇൻസിഡൻസ്. ഇതാ ഓക്കെ. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരുമില്ല? ജസ്റ്റ് എന്തെങ്കിലും കോഡ്സ് പറഞ്ഞ് സൈൻ ഔട്ട് ചെയ്തോ? മാം, ഞാൻ ചെറിയൊരു ആക്ടിവിറ്റി തന്നോട്ടെ. ഒരു ചെറിയ റിഫ്രഷ്മെന്റ്. ഒരു ടങ് ട്വിസ്റ്റർ പറയാം. അത് എല്ലാരും ഒന്ന് സ്പീഡിൽ 5 times പറയാൻ വേണ്ടി ശ്രമിക്കാം. സെന്റൻസ് ഇതാണ്: ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ. ഒന്നും കൂടി പറയോ? ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ. She sells in the She sells seashells on the seashore. അതായത് സീഷെൽസ് ഉണ്ടല്ലോ നമ്മുടെ ശംഖ്. മനസ്സിലായി. അപ്പൊ അവൾ കടപ്പുറത്ത് ശംഖ് വിൽക്കുന്നു, അങ്ങനെ അതിന്റെ മീനിങ് വരാം. ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ. അത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഒരു രസാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഷീ സെൽസ് സീഷെൽസ് ഓൺ ദ സീഷോർ, അങ്ങനെയാണോ? അതെ, അങ്ങനെ. അതൊന്ന് സ്പീഡിൽ പറയാൻ പറ്റും. She sells seashells on the seashore. 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 ഞാൻ പറയില്ല കാരണം ഞാൻ ഇത് നേരത്തെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ള. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. വേറെ ആരും ട്രൈ ചെയ്യുന്നില്ല? വേറെ ആരും ട്രൈ ചെയ്യുന്നില്ല? എല്ലാരും ഞാനൊന്ന് പറഞ്ഞോട്ടെ. She sells seashells on the seashore. റിപ്പീറ്റ് പറഞ്ഞോ, 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ഓക്കെ സെറ്റ്. അപ്പൊ ആരാ സൈൻ ഔട്ട് ചെയ്യുന്നത്? മാം, ഞാന് സൈൻ ഔട്ടിന്റെ ഭാഗമായിട്ടൊരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് തന്നതാണ്. ഓക്കെ, ടുഡേ വാസ് എ വണ്ടർഫുൾ സെഷൻ. Thank you, dear Abarna ma'am, and all other my friends. Wish you all good luck. This is time for winding up our session. Okay, goodbye. This is Najda. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.